കൊല്ലം പൂയപ്പള്ളിയിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊല്ലപ്പെട്ട തുഷാരയുടെ ഭർത്താവ് ചന്തുലാൽ, ഇയാളുടെ മാതാവ് ഗീത എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ. കൊല്ലം അഡീഷണൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സുധീഷ് ഉണ്ട് വിവരങ്ങളുമായി. സുധീഷ്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് പട്ടിണിക്കിട്ട് ഒരാളെ കൊലപ്പെടുത്തുക എന്നത്. രാജ്യത്ത് തന്നെ ഒരു അപൂർവമായ ഒരു കേസാണ്. എങ്ങനെയായിരുന്നു ശിക്ഷാവിധി? തീർച്ചയായും വളരെ അപൂർവമായ ഒരു കേസ് തന്നെയാണ്. കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു കേസ് ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം സ്വന്തം ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുക, അത്തരത്തിലൊരു ക്രൂരതയാണ് ഇവിടെ നടന്നിരുന്നത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശിയായ കൊല്ലം പൂയപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവമായി തുഷാര എന്ന പെൺകുട്ടി അതിദാരുണമായി ഇത്തരത്തിൽ മാസങ്ങളോളം പട്ടിണിക്കിട്ടുകൊണ്ട് ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സംഭവമായിരുന്നു ഇത്. ആദ്യം ഒന്നും ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകാതെ പിന്നീട് ഈ കേസിന്റെ ബാക്കിയുള്ള അന്വേഷണ നാൾവഴികളിലാണ് ഈ ഭർത്താവിന്റെ പിതാവും മാതാവും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരത ഈ കുട്ടിയോട് നടത്തിയിരുന്നതെന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ തെളിഞ്ഞത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ ഭർത്താവ് ചന്തുലാൽ, ഇയാളുടെ മാതാവ് ഗീത എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ വീതം പിഴയും ഇവർക്ക് നൽകിയിട്ടുണ്ട്. അല്പം മുമ്പ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. വിധിയിൽ അവർക്ക് തൃപ്തിയുണ്ട്. കാര്യം അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ്. കൃത്യമായി അവർക്ക് ഇത്തരത്തിൽ ഒരു വിധി തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും തങ്ങളുടെ മകൾക്ക് നേരിട്ട ഒരു ദുരന്തത്തിൽ അതിന് ഇനി എന്തു തന്നെ ശിക്ഷ ഇവർക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും പോരാ എന്നുള്ളതായിരുന്നു ആ അച്ഛന്റെയും അമ്മയുടെയും വാക്കുകൾ. എങ്കിലും അവർ ഈ വിധിയിൽ തൃപ്തരാണ്. പ്രോസിക്യൂഷനും വളരെയധികം അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വളരെയധികം നീണ്ട ഒരു അന്വേഷണ നാൾവഴികളിലൂടെയാണ് ഈ കേസ് ഇത്തരത്തിൽ എത്തിച്ചത്. കാര്യം ആദ്യമൊന്നും ഇത്തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കുട്ടിയുടെ മരണശേഷം ഈ കുട്ടി അതിനുശേഷം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും മറ്റുമൊക്കെ വ്യക്തമായിരുന്നത് ഈ കുട്ടിയുടെ ശരീരഭാരം വളരെ കുറഞ്ഞു. 21 കിലോഗ്രാം ഭാരം മാത്രമായിരുന്നു പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് കുട്ടിക്ക് ഭാരമുണ്ടായിരുന്നത്. അപ്പോഴും നടത്തിയ അന്വേഷണങ്ങളിലും മറ്റുമൊക്കെയാണ് കുട്ടിയെ അതിദാരുണമായി പട്ടിണി കിട്ടുന്ന ഒരു സ്വഭാവം ഈ ഭർത്താവ് വീട്ടുകാരും ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ ഉണ്ടായത് ഒരു സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലായിരുന്നു. സ്ത്രീധനം ഇവർ ആവശ്യപ്പെട്ടിരുന്ന ഭർത്താവ് വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്ന സ്ത്രീധനം ഈ കുട്ടിയുടെ വീട്ടുകാർ നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് അതിദാരുണമായ ഒരു കൃത്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഈ കുട്ടിക്ക് എത്തേണ്ടി വന്നത്. ഇവർക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടിക്ക്. പക്ഷേ ഈ കുട്ടികളെ ഒന്ന് താലോലിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് എടുത്തുകൊണ്ട് നടക്കുന്നതിനൊന്നും ഈ കുട്ടിയെ അനുവദിച്ചിരുന്നില്ല, ഈ അമ്മയെ അനുവദിച്ചിരുന്നില്ല. കുട്ടികളെ പൂർണ്ണമായും ഇവർ ഒഴിവാക്കി, ഈ അമ്മയിൽ നിന്നും ഒഴിവാക്കി. ഇവരെ നിരന്തരം ഒരു മുറിയിൽ അടച്ചിട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പീഡന സ്വഭാവം. ഇതൊന്നും പുറത്തറിഞ്ഞിരുന്നില്ല ബന്ധുക്കളുമായോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ബന്ധുക്കളിലേക്ക് ഒന്നും തന്നെ ഈ വിവരങ്ങൾ എത്തുന്നതിന് ഈ 2 പേർ അല്ലെങ്കിൽ ഈ കൃത്യം നടത്തി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ കൃത്യത്തിലേക്ക് ഈ പെൺകുട്ടിയെ തള്ളിവിട്ടു എന്ന് പറയപ്പെടുന്ന ഭർത്താവോ അല്ലെങ്കിൽ മാതാവോ ഒന്നും തന്നെ അവരെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരം പുറത്തറിഞ്ഞതുമില്ല. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതീക്ഷിച്ച വിധി അല്ലെങ്കിൽ ഈ രക്ഷിതാക്കൾ പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. ഈ 2 പ്രതികൾക്ക് ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ശരി സുധീഷ്. കൊല്ലം പൂയപ്പള്ളിയിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് തുഷാരയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നു. സുധീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.